ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്. നിങ്ങൾ അധികം അങ്ങോട്ട് നോക്കണ്ട, ചേച്ചിന്റെ തൊട്ട നോക്കണ്ടെന്നാ പറഞ്ഞു. ഇങ്ങോട്ടോ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം, എൻ്റെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും കരുതും ഇവരുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി, ചേച്ചി എന്താ ഇത് പറയുന്നത്, എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരു യൂട്യൂബേഴ്സും ഇവരുടെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിച്ചിട്ടുള്ള റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അമിയ അൺഫിൽറ്റേഡ് എവിടെ നിന്ന് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കുത്തിപ്പൊന്തിക്കുന്നേ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാനും അത് ആലോചിക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് ഇതൊക്കെ കുത്തിപ്പൊന്തിക്കുന്നതെന്ന്. ഞാൻ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ റാൻഡംലി ഇങ്ങനെ പല റീൽസുകളും ഇങ്ങനെ നോക്കി. അപ്പം നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരാളുടെ റീൽസ് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ റീൽസ് ഇങ്ങനെ വരും. അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഞാൻ ഓൾറെഡി ഫോളോഡ് അല്ലെങ്കിലും ഞാൻ ഇവരുടെ റീൽസ് കാണലുണ്ട്. അപ്പോൾ റീൽസ് കണ്ട റാൻഡംലി ഞാൻ അക്കൗണ്ട് എടുക്കും, ബാക്കിയുള്ള റീൽസൊക്കെ നോക്കും. എനിക്ക് എസ്പെഷ്യലി ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആളെപ്പോഴും ഹാർട്സ് ഓഫ് പറയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സാരി ഇങ്ങനെ ഈസിലി ഡ്രൈപ്പ് ചെയ്യുന്നത്. ഈവൻ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് വേറെ ഏത് ഡ്രസ്സിനേക്കാളും എനിക്ക് പാടാണ് സാരി ഉടുക്കാൻ. എനിക്കിപ്പോഴും സാരി എങ്ങനെയാണ് പ്രോപ്പർലി ഉടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരാളുടെ ബോഡി ഷേപ്പിനനുസരിച്ച് സാരി ഉടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കും. അങ്ങനെ ഞാനിവിടെ അക്കൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെ പുതിയ ഹൗസ് ടൂർ അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരുടെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇവരുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ റാൻഡംലി ഞാനിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരുടെ റീല് കണ്ട സമയം ഞാൻ ആ റീല് ലൈക്ക് അടിച്ചു. അങ്ങനെ ഇങ്ങനെ താഴോട്ട് പോയപ്പോൾ റീല് കണ്ടു. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ റീലിൽ ഇവരൊരു കമൻറ്റ് ഒരു 19 മണിക്കൂർ മുമ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ റീല് ഫുൾ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ കമൻറ്റ് സൈഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ റീലെടുത്ത് നോക്കിയത്. അപ്പം എനിക്ക് എന്ത് ചെയ്തു, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. അപ്പം ഒരു കോൺട്രവേഴ്സി ഞാൻ കുത്തിക്കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ പൊക്കിയെടുക്കുകയാണ് എന്നൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ റീലൊന്ന് ഒരുമിച്ചിരുന്ന് കാണാം. ഓക്കെ, എന്റെ മോനെ ഞാനൊന്നങ്ങ് പോയിക്കോട്ടെ, നിങ്ങളെ വീഡിയോയിലൊന്നും എന്നെ പിടിച്ചേക്കല്ല. എന്റെ ചേച്ചി നിങ്ങളെ ചക്കിയൊന്ന് വൈറലാവട്ടല്ലേ. ഒന്നും വേണ്ട മോനെ, അവന്റെ ഒരു ബോസുള്ള വീഡിയോ എടുക്കാം. നിങ്ങൾ എന്തിനു പറയാ, ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്. നിങ്ങൾ അധികം അങ്ങോട്ട് നോക്കണ്ട, ചേച്ചിന്റെ തൊട്ട നോക്കണ്ടെന്നാ പറഞ്ഞു. ഇങ്ങോട്ടോ. ഇതാണ് റീൽസ്. ഈ റീൽസ് കണ്ട സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ റീൽസ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റീൽസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്, ഈ റീൽസിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചത്, എന്താണ് ഈ റീൽസിൽ ഇത്രമാത്രം നെഗറ്റീവ് വരാനുള്ളൊരു കാരണം. അത് ഫസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞേ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പം ഞാൻ ഈ റീല് കാണുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് കണ്ടേ എന്നുള്ള പറഞ്ഞാൽ, ഓക്കെ, ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങിന് റീൽസ് കളിക്കുന്നു. ഒരു ചേച്ചി സൈഡിൽ കൂടെ പോകുന്നു. അപ്പോൾ ഞാൻ കരുതി പോയിക്കോട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കോൺവെർസേഷൻ നടക്കുന്നു അബൌട്ട് ചക്ക. ഈ ചക്കേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ബാക്ക് ഭാഗം ഇങ്ങനെ അത്യാവശ്യം കുലുങ്ങി പോകുന്നത് പോലെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ആൻഡ് അതിനെയും ഇവരൊരു കമൻറ്റ് പറയുന്നു, പിന്നെ അത് വീണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പം ഇവിടെ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കോൺവെർസേഷനിലുള്ളത്, അല്ലാണ്ട് വളരെ പച്ചയ്ക്ക് അവർ ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇത് പക്കാ ഒരു കണ്ടൻറ്റാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കോണ്ടൻ്റാണ്. ഇതിലവർ വേറെ ഒരു മീനിങ്ങോ അവരിതിലൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അവരുടെ യൂട്യൂബേഴ്സിനെ, സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു കോണ്ടൻറ്റ്. അതും ഞാൻ മനസ്സിലാക്കുന്നു. ഇവർ ജെനുവിനായിട്ടൊരു വ്യക്തിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് ഒന്നുമല്ല, ഒരു കോണ്ടൻറ്റ് ബേസിസിൽ ഇവരെടുത്തതാണ്. പക്ഷേ ഇത് ജനങ്ങളെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് കമൻസുകൾ, ഞാൻ കണ്ട കുറച്ച് കമൻസുകൾ വായിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് രീതിയിലാണ് ജനങ്ങൾ ഈ ഒരു റീലിനെ എടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്. ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ അടിയിലോട്ടൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല. എനിക്ക് ഒരു 3-4 എണ്ണം ജസ്റ്റ് കൺവേ ചെയ്യാനാണ്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നോർമലൈസിങ് സച്ച് ഷിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര നോർമലൈസ് ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന്. ഇത് തമാശയായിരുന്നു, കണ്ടൻറ്റ് ക്ഷാമം,
ഇതിനൊക്കെ ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് അമ്മോ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ചക്ക തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചേ? അല്ല, ഇനി ചക്ക കൊണ്ടുപോകുന്ന ചേച്ചി ഹണി റോസിന് പകരമാകുമോ? ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങളും ഉദ്ദേശിച്ചേ? അല്ലല്ലോ അല്ലേ? ഇത് കണ്ട് ചിരി കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പുച്ഛം തോന്നുന്നു. ഒരു വിഭാഗം ആളുകളുടെ ശരീരഭാഗങ്ങളെ പരിഹസിക്കുന്നത് എപ്പോഴാണ് നല്ല കോമഡി ആയത്? ബോഡി ഷെയ്മിങ് കോമഡി എന്ന ലേബൽ ഒട്ടിച്ചാൽ അത് കോമഡി ആകില്ല എന്നുള്ളൊരു കമൻറ്റ്. ഇതിന് താഴെയൊക്കെ ഇവർ റിപ്ലൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ റിപ്ലൈയിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇതിൽ 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് ഡബിൾ മീനിങ്ങും, രണ്ടാമത്തത് ഒരു ബോഡി ഷെയ്മിങ്ങും. ആ പർട്ടിക്കുലർ ലേഡിയുടെ ഒരു ബോഡി പാർട്സ് അത്യാവശ്യം എക്സ്പോസ്ഡ് ആയ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഇൻഫ്ലുവൻസറിൻ്റെ ഹസ്ബൻഡ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഹസ്ബൻഡ് മെൻഷൻ ചെയ്യുന്നത് ആ ചക്കയും കൂടെ വീഡിയോയിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വൈഫ് എന്താണ് പറയുന്നത്? നിങ്ങളങ്ങനെ അവരുടെ ചക്ക നോക്കണ്ട എന്നുള്ളത്. അപ്പം തലയിലൊരു ചക്ക ഉണ്ട്, അതാണ് ഹസ്ബൻഡ് ഉദ്ദേശിച്ചത്. വൈഫ് പറയുന്ന ചക്ക എന്താണെന്നുള്ളത് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ശരീരഭാഗങ്ങളെ ചക്ക എന്ന രീതിയിൽ ലേബൽ ചെയ്തു എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞത്. മെയിനായിട്ട് ബോഡി ഷെയ്മിങ് എങ്ങനെ നിങ്ങൾക്ക് കോമഡി രീതിയിൽ പറയാൻ പറ്റും? ഇങ്ങനെയുള്ള കുറേ കമൻസുകളാണ് കേട്ടോ ഈ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോൻ്റെ തുടക്കം തന്നെ പിന്നെയുണ്ട്, എന്നാലും ചേച്ചീൻ്റെ ഒരു ചക്ക 3 ചക്ക ഉണ്ടല്ലോ, ചക്ക കൊള്ളാം, ഒറിജിനലാണോ ഫ്രണ്ടാണോ? ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെ കുറേ കമൻസ്. നല്ല ഊള കോമഡി. ഒബ്ജക്റ്റിഫിക്കേഷൻ റൈറ്റ്. ഒബ്ജക്റ്റിഫിക്കേഷനാണോ? സോറി, ഒബ്ജക്റ്റിഫിക്കേഷൻ റൈറ്റ്. ലൈക്ക് അവരുടെ ബോഡി ഭയങ്കര ഒബ്ജക്റ്റ് ചെയ്ത് കാണിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളാണ് ഇട്ടുള്ളത്. അപ്പോൾ ഈ റീൽസിൻ്റെ താഴെ ഇവർക്ക് വരുന്ന പല വീഡിയോസിനും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കമൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവർ ഡബിൾ മീനിങ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ പർട്ടിക്കുലർ വ്യക്തിൻ്റെ ബോഡി പാർട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവരിനി ഇതിന് എന്ത് തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താലും എക്സ്ക്യൂസസ് കൊടുത്താലും ആ വീഡിയോയിൽ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ബോഡി പാർട്സ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവുമില്ല. ആൻഡ് സാധാരണ ഒരു പെൺകുട്ടി നടക്കുന്നതിനെ കുറച്ച് വൾഗറൈസ് ചെയ്ത് ഒന്നും കൂടെ ഓവർ കുലുങ്ങി നടന്ന് എന്തൊക്കെയോ ഭാഗങ്ങൾ അങ്ങ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ആ വീഡിയോയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു റീലായിട്ട് ഒരു കോണ്ടൻ്റായി കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യേണ്ട കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. എന്നാൽ ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതൊരു റീലായിട്ട് തോന്നില്ല. കുറേ കാര്യങ്ങളിൽ വുമൻ്റെ പല ഭാഗങ്ങളെയും ഭയങ്കര ഒരു സെക്ഷുവലൈസ്ഡ് ഫീൽ അല്ലെങ്കിൽ എന്താണ്, കാരണം അതിൻ്റെ താഴെ വന്ന പല കമൻസുകളും നമുക്ക് എടുത്താലറിയാം. ഞാൻ കുറേ കമൻസുകൾ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈവൻ അവരുടെ അക്കൗണ്ട് പോയി റീൽസ് നോക്കിയാൽ കാണാൻ പറ്റും. കുറേ വൾഗറായിട്ടുള്ള തരത്തിലുള്ള കമൻസ് വരുന്നുണ്ട്. ഇതെന്തോ 1 ചക്കയോ 2 ചക്കയോ 3 ചക്കയോ ചക്ക പഴം, അങ്ങനെ കുറേ കമൻസുകൾ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, നമുക്ക് സോഷ്യൽ മീഡിയേൻ്റെ അതിർവരമ്പുകളെ കുറിച്ചിട്ടുള്ളൊരു റിയലൈസേഷൻ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം. കാരണം ഇങ്ങനൊരു സാധനം സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ചർച്ചയാവും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും മേ ബി ഇവരുടെ സൈഡിൽ ഉണ്ടാവില്ല. എനിക്കിതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഇവർ കൊടുത്ത ഒരു ക്ലാരിഫിക്കേഷനാണ്. അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കാണിച്ചു തരാം. എ സ്മോൾ ക്ലാരിഫിക്കേഷൻ ഫോർ എവറി വൺ ഡിസ്കസിങ് ദിസ് റീൽ. ഈ റീൽ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി ഇവരുടെ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഇവരുടെ സൈഡും കിട്ടിയിട്ടുണ്ട്. Our intention was never to body shame, objectify, sexualize or disrespect any woman. Body shame, okay, അവരുടെ ഇൻറ്റൻഷൻ അല്ല പറഞ്ഞു. ഒബ്ജക്റ്റിഫൈ, അത് നിങ്ങളുടെ ഇൻറ്റൻഷൻ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വീഡിയോയിൽ നിങ്ങൾ വളരെ മാന്യമായിട്ട് ഒബ്ജക്റ്റിഫൈ അവിടെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ സെക്ഷുവലൈസ്ഡ് ഫീലിംഗ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓർ ഡിസ്റെസ്പെക്ട് എനി വുമൺ, അത് ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതുപോലെ ഇങ്ങനത്തെ ബോഡി ടൈപ്പുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അവർക്ക് നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് അവരുടെ ഈ ബോഡി ഷേപ്പിനെ ഭയങ്കര വൾഗറായ രീതിയിൽ കമൻറ്റുകൾ നേരിട്ടിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ കാറ്റഗറി ഓഫ് സ്ത്രീകൾക്ക് ഇത് അവരെ ബോഡി ഷെയിം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെയോ തോന്നും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇങ്ങനെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ ഉള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ ബോഡി സ്ട്രക്ചർ പറഞ്ഞു കൊണ്ടിട്ടുള്ള ഡിസ്റെസ്പെക്റ്റോ ബോഡി ഷെയിമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് അവരെ കളിയാക്കിയ പോലെ തന്നെ ഫീൽ ചെയ്യും.
Nowhere in this reel do we comment on a woman's body, mock her appearance or use vulgar or degrading language. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു വൾഗർ ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, ഡീഗ്രേഡിങ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഡബിൾ മീനിങ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ചക്കേനെ പറ്റി പറയുന്ന സമയത്ത് മാഡം എന്തിനാണ് വേറൊരു ചക്കയിലോട്ട് പോയത്? അപ്പം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഒരു ഡബിൾ മീനിങ് നിങ്ങളോട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ദ ജോക്ക് ഈസ് അബൌട്ട് എ ജാക്ക് ഫ്രൂട്ട് ദാറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ ത്രൂ ഔട്ട് ദ വീഡിയോ. അതെ, ചക്കയായിരുന്നു നിങ്ങളുടെ ഒരു വിഷയം. The humor comes from a misunderstanding of the word, not from woman's body. Those are two completely different things. ഞാൻ പറയട്ടെ മാഡം ഉദ്ദേശിച്ചതുപോലെ തന്നെ ഹസ്ബൻഡ് ചക്ക എന്ന് പറയുന്ന സമയത്ത് ഈ വീഡിയോയിൽ മാഡം ആ ചക്കേനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ചക്ക എന്ന് പറയുന്ന വേർഡിനെ മാഡം അവിടെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ തലയിൽ ഒരു ലേഡി ചക്ക വെച്ച് പോകുന്ന സമയത്ത് ഇത്രയും കുലുങ്ങാണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായതെങ്കിൽ ഇന്നൊരു ചോദ്യമാവില്ലായിരുന്നു. ഇവിടെ ചോദ്യമായത് ചക്കേനെ മാഡം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചേച്ചീൻ്റെ ശരീരഭാഗം ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകുമ്പോഴാണ് ഇവിടെ ചേച്ചി ഒരു വിഷയമായത്. A woman carrying a jackfruit is simply part of the situation. Okay, showing that is not ഒബ്ജക്റ്റിഫിക്കേഷൻ. ഇല്ല, നിങ്ങൾ ആ ചക്കയും പിടിച്ച് ലേഡി ഇങ്ങോട്ട് വരുന്നത് അല്ല, തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ആക്കി പിന്നെ രണ്ടാമത് വീണ്ടും ആ സാധനങ്ങൾ കാണിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഒബ്ജക്റ്റിഫിക്കേഷൻ. If our intention had been to sexualize someone, our dialogue, visuals and presentation would have reflected that they don't. ചിലപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്ര രീതിയിലൊന്നും ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ സാധാരണ ഒരു ഫണ്ണി റീൽ കോണ്ടന്റ് പോലെ വെച്ചതാണ്. പക്ഷേ ആൾക്കാർ എല്ലാവരും ഒരേ പെർസ്പെക്റ്റീവിൽ എടുക്കണം എന്നില്ലല്ലോ. ചില ആൾക്കാർക്ക് ഈ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് തോന്നി, നിങ്ങൾക്കത് തോന്നിയില്ല. ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ വ്യൂവറാണ്, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന വ്യക്തിയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല. പക്ഷേ നിങ്ങൾ പോർട്രേറ്റ് ചെയ്ത സാധനത്തിന് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ വന്നുപോയി. The reel has reached over 30 million views, received an overwhelming number of shares and thousands of positive comments, including from women who understood the joke exactly as it was intended. A light-hearted comedy based on wordplay, we truly appreciate the support. We also respect that not everyone will find every fun joking. സത്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ റീൽസിന് ഭയങ്കര റീച്ച് കിട്ടി, ഒരുപാട് ഷെയർ പോയി സപ്പോർട്ട് ചെയ്തൊക്കെ എല്ലാം മനസ്സിലാക്കുന്നു. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞു സാണ്ട് എല്ലാവർക്കും എല്ലാം ഒന്നും തമാശയായി തോന്നണമെന്ന് ഇല്ല. That's perfectly okay, but there is an important difference between interpreting a joke in certain way and claiming that was creator's intention. Please judge this reel for what it actually says and shows, not for meaning that we never expressed. Our goal has always been to make people smile and that will continue to be our intention. ഒക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ലേഡിയുടെ ബോഡീനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കണം എന്നൊരു ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തെടുത്തുള്ള ഒരു റീൽസ് അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ആ റീലിൽ ഇങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വൈ ഡു യു വോണ്ട് ടു കമ്പയർ എ ചക്ക ഇൻ ടു ദിസ് തിങ്? അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. അതിനുശേഷം വീണ്ടും അവരുടെ റീൽസിൻ്റെ താഴെ ഇങ്ങനെ കമൻസ് വന്നപ്പോൾ അവർ വീണ്ടും ഇടുന്നുണ്ട്, എ സ്മോൾ ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് അവർ റിസെൻറ്റ് റീൽ. ദി ഇൻറ്റൻഷൻ ഓഫ് ദിസ് വീഡിയോ വാസ് നെവർ ടു ബോഡി ഷെയിം, ഒബ്ജക്റ്റിഫൈ ഓർ ഡിസ്റെസ്പെക്ട് എനിവൺ. ദ കോമഡി വാസ് ബേസ്ഡ് ഓൺ എൻ്റയർലി ഓൺ ഹ്യൂമറസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദ ഡയലോഗ് ഇൻവോൾവിംഗ് ജാക്ക് ഫ്രൂട്ട്, നോട്ട് ഓൺ പേഴ്സൺ ബോഡി. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹ്യൂമർ ക്യാൻ ബി ഇൻറ്ററപ്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് വിത്ത് റെസ്പെക്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ ഒരു കമൻറ്റ് ഇവർ റിപ്ലൈ ഇട്ടത് ഒരാഴ്ച മുമ്പാണ്. അതിനുശേഷം ഇവരുടെ റീലിൻ്റെ താഴെ തുരുതുരാന്നുള്ള നെഗറ്റീവ് കമൻസ് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നലെ ഒരു 19 മണിക്കൂർ മുമ്പ് ഇവരിങ്ങനൊരു സാധനം അവിടെ കൊണ്ടുപോയി പിൻ ചെയ്ത് വെച്ചിട്ടുള്ള എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും വീഡിയോസ് കാണും. ഒന്നാമത് മനുഷ്യന്മാരുടെ ഒരുവിധം ഇൻഹറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു നേച്ചറാണ് എന്തിൽ എങ്ങനെ കുറ്റം കണ്ടുപിടിക്കാം എന്നുള്ളൊരു സാധനം. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മൈലിംഗ് ഔട്ട്ലുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇടുമ്പോൾ, ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ എടുത്തു നോക്ക്, നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവ് ഫേസോടു കൂടി നിങ്ങൾ ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സാധനം ഇതിലോട്ട് വന്നപ്പോൾ
എന്ന് വെച്ചാൽ വീഡിയോയിലോട്ട് വന്നപ്പോഴേക്ക് ജനങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലോട്ട് പോയി. ഒരു പകുതി ശതമാനം വേണ്ട, ഒരു 10% ആൾക്കാർ, ബാക്കി 90 നിങ്ങൾ സപ്പോർട്ട് ചെയ്തോട്ടെ. അതുകൊണ്ട് റീൽസ് ഇടുന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നല്ലൊരു തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകും. പിന്നെ ഏറ്റവും നല്ലത് ഈ സ്ത്രീകളുടെ ബോഡീനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ആ രീതിയിൽ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പല ഞാനിവിടെ ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഇൻ്റർവ്യൂ, ഇനാഗ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പലരും വന്ന് കാണിക്കുന്നതൊക്കെ ഒരു അതിർവരമ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുമ്പോൾ ഒരുപാട് സൊസൈറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ മൈ ബോസ് സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഡേഷാത്തവൻ ഡാഷുമ്പോൾ ഡാഷും കൊണ്ട് ആറാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചില ടീമുകൾക്ക് കാണാത്തവൻ കാണുമ്പോൾ കണ്ണിൽ കുരു എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതെന്തോ സംഭവമാണ്, സെറ്റപ്പാണെന്ന് കരുതിയിട്ട് പലതരത്തിലുള്ള ബാഡ് ബിഹേവിയർ അല്ലെ ബാഡ് ഇൻറ്റൻഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തിനാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനത്തെ ഹെയ്റ്റ് ഒഴിവാക്കാൻ പറ്റും. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റർഡ്. ബൈ.